മുടപ്പല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടത്തിയ വർണ്ണോത്സവം വർണ്ണശബളമായി. വർണ്ണോത്സവത്തോടനുബന്ധിച്ച് ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ +2 SSLC പരീക്ഷകളിൽ ഫുൾ A+ നേടിയവരെയും വിജയികളെയും അനുമോദിച്ചു. TM ശശി MLA ഉദ്ഘാടനം ചെയ്തു. പണ്ടൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചാലേ CBSE സ്കൂളിൽ പഠിച്ചാലേ എന്തെങ്കിലുമൊക്കെ ആവുമെന്ന തെറ്റിദ്ധാരണയുള്ള കാലത്താണ് നമ്മുടെ സർക്കാർ സ്കൂളിൽ മുടപ്പല്ലൂർ സ്കൂളിൽ പഠിച്ച ആളുകൾ ഡോക്ടർമാരായി എഞ്ചിനീയർമാരായി സമൂഹത്തിന്റെ ഉന്നതിയിൽ ഇരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ ഇത് പറയാലോ, ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച ഒരാൾ MLA ആയിട്ട് പറയാലോ. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ആ നിലയിൽ ഏറ്റവും നന്നായി പഠിച്ചു വളരാൻ എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ കഴിയട്ടെ എന്നാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് വളരെ പ്രത്യേകം പറയാനുള്ളത്, ജീവിതം എന്നത് ഒറ്റൊന്നുള്ളൂ, ശരിയല്ലേ? സെക്കൻഡ് ഓപ്ഷൻ എടുക്കാൻ നമുക്കില്ല. ഇതിങ്ങനെ പോട്ടെ, അടുത്ത നമുക്ക് അങ്ങനെ പറയണ്ട. ഇപ്പോഴത്തെ നമ്മുടെ അറിവ് വെച്ചിട്ട് സെക്കൻഡ് ഓപ്ഷൻ ഇല്ല. ജീവിതം ഒറ്റ സാധനമാണ്. രണ്ട് രീതിക്ക് എടുക്കാം. എങ്ങനെ എടുക്കാം? ഇപ്പൊ ന്യൂജൻ ജെൻസിന്നുമല്ല, അതിന് ശേഷമുള്ള പറയാം അല്ലെ, എന്താ പറയാ, അടിച്ചു പൊളിക്കുന്നതാ പറയാം. തെറ്റില്ല, അടിച്ചു പൊളിക്കുന്നത് തെറ്റില്ല. ജീവിതമൊക്കെ അങ്ങനെയൊക്കെ പോകണം. പക്ഷെ നിങ്ങളോട് ഞാൻ പറയുക, SSLC കഴിഞ്ഞു, പുതിയൊരു ലോകത്തേക്ക് നിങ്ങൾ പോവാം. നിങ്ങൾ ഇന്ന് വരെ കാണാത്ത പലതും അവിടെ കാണും. നിങ്ങൾക്ക് പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് പുതിയ പുതിയ ആളുകളെ കാണാൻ തുടങ്ങും. ഇന്നലെ വരെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ആയിരിക്കില്ല. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ മെച്ചമെന്നായിരിക്കും. എന്തൊക്കെ കുറവുകൾ ടീച്ചർമാർക്ക് ഉണ്ടെങ്കിലും അവർക്ക് നിങ്ങളോടൊരു വാത്സല്യം ഉണ്ടാവും. എന്തുകൊണ്ടാണ്? കുറവുകളൊക്കെ ഉണ്ടാവും. ടീച്ചർമാർ എല്ലാവരും വളരെ കറക്റ്റ് ആണെന്നുള്ള അഭിപ്രായം അവർക്കും ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെയൊക്കെ കുറവുകൾ ഉണ്ടെങ്കിലും അവർക്ക് നിങ്ങളോടൊരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ഉണ്ടാവും. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV വേലുക്കുട്ടി അധ്യക്ഷനായി. ചെയർപേഴ്സൺ ശ്രീലത, KK ഷീജ, K അജയൻ, K ശ്രീജിത്ത്, പ്രധാനാധ്യാപിക PV ഷീബ, P രജനി, A ശാരദ, KS അഭിജ്ഞ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.